നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്ററായ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് അല്ലേ, ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറഞ്ഞ യൂണിറ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ചു നിർത്തിയത് മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതിൽ നമ്മൾ മാലിയബിലിറ്റി പഠിച്ചിട്ടുണ്ട്, ഡക്റ്റിലിറ്റി പഠിച്ചു, അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി പഠിച്ചു, പിന്നെ തെർമൽ കണ്ടക്ടിവിറ്റി പഠിച്ചു, സൊണോറിറ്റി പഠിച്ചു, മെറ്റാലിക് ലസ്റ്റർ പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്, മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ 2 പാർട്ട് വീഡിയോ കെമിസ്ട്രിയുടെ ഈ ഒരു യൂണിറ്റിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതായത് കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും ആ രണ്ട് വീഡിയോസ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് വേണം നമ്മൾ ഈ ഒരു വീഡിയോ കാണാനുള്ളത്, കാരണം ആ സെക്കൻഡ് പാർട്ട് വീഡിയോയുടെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽസിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യം, അതിനെക്കുറിച്ചാണ്. ജനറലി മെറ്റൽസ് ആർ ഹാർഡ്. സാധാരണയായിട്ട് മെറ്റൽസ് എന്താണ്? നല്ല ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. മെറ്റൽസിന് എക്സാമ്പിൾസ് ആണ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ്, കോപ്പർ, ചെമ്പ്, അലുമിനിയം ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം നല്ല ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക? മെറ്റൽസ് ആർ ഹാർഡ്. എന്നാൽ എല്ലാ മെറ്റൽസും ഹാർഡ് അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസും ഉണ്ട്. നോക്കുള്ളൂ, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ സോഫ്റ്റ് മെറ്റൽസ് അല്ലെങ്കിൽ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം എഴുതുക. ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ലിഥിയവും സോഡിയവും പൊട്ടാസ്യവും ആണ് സോഫ്റ്റ് മെറ്റൽസിന് എക്സാമ്പിൾ അല്ലെങ്കിൽ മൃദു ലോഹങ്ങൾക്ക് ഉദാഹരണം. സാധാരണയായിട്ട് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഹാർഡ്നെസ് എന്ന് പറയുന്നത്. കാരണം സാധാരണ നമ്മൾ കാണുന്ന മിക്കവാറും ലോഹങ്ങളെല്ലാം നല്ല ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, കാഠിന്യമുള്ളവയാണ്. അതുകൊണ്ടാണ് നമ്മൾ മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് ഹാർഡ്നെസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ എല്ലാ മെറ്റൽസും അല്ല, ചില മെറ്റൽസ് എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ളവയും ഉണ്ട്. ആ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസിന് എക്സാമ്പിളാണ് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നിങ്ങനെയുള്ളവ. അങ്ങനെയാണെങ്കിൽ റൈറ്റ് എക്സാമ്പിൾസ് ഫോർ ഹാർഡ് മെറ്റൽസ്, കാഠിന്യമുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കോപ്പർ, അലുമിനിയം, ഗോൾഡ്, അയൺ, ഇരുമ്പ്, ഇതൊക്കെ അല്ലേ. ചെമ്പ്, അലുമിനിയം, സ്വർണം, വെള്ളി അല്ലേ, സിൽവർ, ഇതൊക്കെ എന്താണ്? ഹാർഡായിട്ടുള്ള മെറ്റൽസ് ആണ്. മിക്കവാറുള്ള മെറ്റൽസ് എല്ലാം എന്താണ്? ഹാർഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് മെറ്റൽ വിച്ച് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അതായത് ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹത്തിന് ഉദാഹരണം. ദ്രാവകാവസ്ഥയിൽ അല്ലേ, ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? മെർക്കുറി. ഏതാണ്? മെർക്കുറിയാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന മെറ്റൽ. അടുത്ത നമ്മുടെ മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഉയർന്ന ദ്രവനില. ഹൈ മെൽറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഉയർന്ന ദ്രവനില. നോക്കിയുള്ളൂ, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, റൈറ്റ് എക്സാമ്പിൾസ് ഫോർ മെറ്റൽസ് ഹാവിംഗ് ലോ മെൽറ്റിംഗ് പോയിന്റ്. താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണം എഴുതുക. അതായത് ഉയർന്ന ദ്രവനിലയാണ് മിക്കവാറും ഉള്ള എല്ലാ ലോഹങ്ങൾക്കും ഉള്ളത്, എന്നാൽ താഴ്ന്ന ദ്രവനിലയുള്ള ലോഹങ്ങളും ഉണ്ട് ചിലത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഗാലിയം ആൻഡ് സീസിയം. ഏതൊക്കെയാണ്? ഗാലിയവും സീസിയവും ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള 2 മെറ്റൽസ് ആണ്, അല്ലെങ്കിൽ താഴ്ന്ന ദ്രവനിലയുള്ള 2 ലോഹങ്ങളാണ് ഗാലിയം, സീസിയം. അടുത്ത മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, ലിസ്റ്റ് ദ മെറ്റൽസ് ദാറ്റ് സ്റ്റാർട്ട് മെൽറ്റിംഗ് വെൻ പ്ലേസ്ഡ് ഓൺ അവർ പാം. നമ്മുടെ ഉള്ളം കയ്യിൽ വച്ചാൽ ഉരുകുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? നമ്മുടെ ഉള്ളം കയ്യിൽ വച്ചാൽ തന്നെ ഉരുകിപ്പോകുന്ന ലോഹങ്ങൾ, അതായത് ആ ഉള്ളം കയ്യിലുള്ള ആ ചെറിയ ഒരു ടെമ്പറേച്ചർ കൊണ്ട് തന്നെ ഉരുകുന്ന ലോഹങ്ങൾക്ക് ഉദാഹരണം എഴുതണം. ഏതൊക്കെയാ? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഗാലിയവും സീസിയവും. ഏതൊക്കെയാണ്? ഗാലിയം, സീസിയം. അതാണ് അതായത് ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണല്ലോ അത്. അപ്പം ഈ ഗാലിയം, സീസിയം നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചാൽ തന്നെ അങ്ങ് ഉരുകിപ്പോകുന്നു. അടുത്ത മെറ്റലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മെറ്റൽസ് ഹാവ് ഹൈ ബോയിലിംഗ് പോയിന്റ്. ലോഹങ്ങൾക്ക് ഉയർന്ന തിളനിലയുണ്ട്. അതായത് അവയെ നമുക്ക് പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ സാധിക്കില്ല. ഒരുപാട് ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അതിനെ നമുക്ക് ഉരുക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അടുത്ത മെറ്റൽസിൻ്റെ മറ്റൊരു സവിശേഷതയാണ് മെറ്റൽസ് ഹാവ് ഹൈ ഡെൻസിറ്റി. ലോഹങ്ങൾക്ക് ഉയർന്ന സാന്ദ്രതയുണ്ട്. അപ്പോൾ മെറ്റൽസിന് ഹൈ ഡെൻസിറ്റി ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യനെ, ടേക്ക് സം ആർട്ടിക്കിൾസ് മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റൽസ്. വിവിധ മെറ്റൽസ് കൊണ്ട് നിർമ്മിച്ച കുറച്ച് ആർട്ടിക്കിൾസ് എടുക്കുക. അതായത് അയൺ നെയിൽ, അലുമിനിയം വയർ, ഒരു അയൺ നെയിൽ എന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ ആണി, അലുമിനിയം വയർ, ഒരു അലുമിനിയം കൊണ്ടുണ്ടാക്കിയ വയർ, ഇതൊക്കെ നമ്മൾ എടുക്കുക. ഇനി നമ്മൾ എടുക്കാനുള്ള എ സ്മാൾ പീസ് ഓഫ് വുഡ്, ഒരു ചെറിയ കഷ്ണം മരത്തിൻ്റെ ഒരു കഷ്ണം, പിന്നെ ചാർക്കോൾ എടുക്കണം, പിന്നെ തെർമോക്കോൾ എടുക്കണം, പിന്നെ കോർക്ക് എടുക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ഈച്ച് ഓഫ് ദം
1/1 ഇൻ എ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം എടുക്കണം. എന്നിട്ട് ഈ എടുത്ത സാധനങ്ങൾ ഓരോന്നും ആ ബീക്കറിലുള്ള വെള്ളത്തിലേക്ക് ഇടുക. വിച്ച് എമംഗ് ദീസ് ആർട്ടിക്കിൾസ് സിങ്ക് ഇൻ ടു ദ വാട്ടർ, വിച്ച് ഓഫ് ദീസ് ഫ്ലോട്ട് ഓവർ വാട്ടർ. ഇതിൽ ഏതൊക്കെ വസ്തുക്കൾ ജലത്തിൽ പൊങ്ങിക്കിടക്കും, ഏതൊക്കെ വസ്തുക്കൾ ജലത്തിൽ താഴ്ന്നു പോകും, ഇതാണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ആണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതൊക്കെയാണ് പൊങ്ങിക്കിടക്കുന്നതെന്നും ഏതൊക്കെയാണ് താഴ്ന്നു പോകുന്നതെന്നും കണ്ടുപിടിക്കണം. ഏതൊക്കെയാണ് പൊങ്ങിക്കിടക്കുക നോക്കിയോളൂ. അയൺ നെയിൽ ആൻഡ് ആൻ അലുമിനിയം വയർ സിങ്ക് ഇൻ വാട്ടർ. അയൺ നെയിൽ, ഈ ഇരുമ്പിൻ്റെ ആണിയും അലുമിനിയം വയറും വെള്ളത്തിലങ്ങ് മുങ്ങിപ്പോകുന്നു, താഴ്ന്നു പോകുന്നു. കാരണം എന്താണ്? അത് രണ്ടും മെറ്റൽ കൊണ്ടുണ്ടാക്കിയ രണ്ട് വസ്തുക്കളാണ് അല്ലേ. അപ്പോൾ മെറ്റൽ കൊണ്ടുണ്ടാക്കിയത് താഴ്ന്നു പോകുന്നു. ഇനി നമ്മളെടുത്ത ബാക്കിയുള്ള ഐറ്റംസ്, സ്മാൾ പീസ് ഓഫ് വുഡ്, പിന്നെ ചാർക്കോള്, തെർമോക്കോള്, കോർക്ക്, ഇതെല്ലാം ഫ്ലോട്ട് ഓവർ ദ വാട്ടർ. ഇതെല്ലാം വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. മനസ്സിലായോ? അപ്പോൾ അയൺ നെയിലും അലുമിനിയം വയറും സിങ്ക് ഇൻ ടു ദ വാട്ടറിൽ താഴ്ന്നു പോകുന്നു. പിന്നെ സ്മാൾ പീസ് ഓഫ് വുഡ്, ചാർക്കോള്, തെർമോക്കോള്, കോർക്ക്, ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഫ്ലോട്ട് ഓവർ ദ വാട്ടർ, വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഓക്കെ ആണല്ലോ. ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ എന്താണ് കാണിക്കുന്നത്? മെറ്റൽസിന് ഹൈ ഡെൻസിറ്റി ആണ് എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. മെറ്റൽസിന് എന്തുണ്ട്? ഹൈ ഡെൻസിറ്റി, ഉയർന്ന സാന്ദ്രതയുണ്ട്. ഇരുമ്പാണി, അലുമിനിയം കമ്പി തുടങ്ങിയവ ജലത്തിൽ താണുപോകുന്നു. ചെറിയ മരക്കഷ്ണം, കരിക്കട്ട, തെർമോക്കോൾ, കോർക്ക് മുതലായവ ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നു. മെറ്റൽസിന് ഹൈ ഡെൻസിറ്റി ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത്, മെറ്റൽസ് ആർ ജനറലി ഹാവ് ഹൈ ഡെൻസിറ്റി. നമ്മൾ പഠിച്ചല്ലോ, മെറ്റൽസിന് സാധാരണയായിട്ട് ഉയർന്ന സാന്ദ്രതയാണ് ഉള്ളത്, നമുക്കറിയാം. ബട്ട് സം മെറ്റൽസ് ഹാവ് ലോവർ ഡെൻസിറ്റി. എന്നാൽ ചില ലോഹങ്ങൾക്ക് സാന്ദ്രത കുറവുമാണ്. സാന്ദ്രത കുറഞ്ഞ ചില ലോഹങ്ങളുമുണ്ട്. ലിസ്റ്റ് ദ മെറ്റൽസ് ഹാവ് ലോവർ ഡെൻസിറ്റി. ഡെൻസിറ്റി കുറവുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലോഹങ്ങൾക്ക് പൊതുവേ സാന്ദ്രത കൂടുതലാണ്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതുക. ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം. നമ്മൾ പറഞ്ഞു മൃദുലോഹങ്ങളാണെന്ന് പറഞ്ഞില്ലേ. അവയെ നമുക്ക് കത്തി കൊണ്ട് പോലും മുറിച്ചെടുക്കാൻ കഴിയും, ഈ സോഡിയവും പൊട്ടാസ്യവും ലിഥിയത്തിനെയൊക്കെ. അതുകൊണ്ടാണ് അവ എന്താണ്, ഈ മൃദുലോഹങ്ങളാകുമ്പോൾ അവയ്ക്ക് ഡെൻസിറ്റിയും കുറവായിരിക്കും, സാന്ദ്രതയും കുറവായിരിക്കും. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് മെറ്റൽസ്, മൃദുലോഹങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നിവ. അടുത്തത്, ഡിഫൈൻ മെറ്റൽസ്. ലോഹങ്ങൾക്ക് ഒരു നിർവചനം എഴുതുക. എന്താണ് നിർവചനം? മെറ്റൽസ് ആർ സബ്സ്റ്റൻസസ്. മെറ്റൽസ് ഒരു സബ്സ്റ്റൻസ് ആണ്. ദാറ്റ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അത് സാധാരണയായിട്ട് ഏത് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്? സോളിഡ് സ്റ്റേറ്റിൽ അല്ലേ, ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഷോ ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇവ എന്ത് കാണിക്കുന്നു? അതായത് ഹീറ്റിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും നല്ലൊരു കണ്ടക്ടറാണ്. ഹീറ്റിനെ നന്നായിട്ട് കടത്തിവിടുന്നു, ഇലക്ട്രിസിറ്റിയെ നന്നായിട്ട് കടത്തിവിടുന്നു. പിന്നെന്താണുള്ളത്? മെറ്റാലിക് ലസ്റ്റർ ആൻഡ് ഹാർഡ്നസ്. പിന്നെന്താ ഇതിനുണ്ട്? മെറ്റാലിക് ലസ്റ്റർ നമ്മൾ പഠിച്ചു, ലോഹദ്യുതി എന്ന് പഠിച്ചില്ലേ. മെറ്റാലിക് ലസ്റ്റർ ഉണ്ട്, പിന്നെ ഹാർഡ്നസ്, നല്ല കാഠിന്യമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്, അത് അതേപോലെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താണ് മെറ്റൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 മാർക്കിന് ചോദിച്ചാൽ ഇത് എത്ര എഴുതുക? എക്സാമ്പിളായിട്ട് 2-3 മെറ്റൽസിൻ്റെ പേര് എഴുതുക. ഗോൾഡ്, സിൽവർ, അയൺ, അല്ലേ, സ്വർണം, വെള്ളി, ഇരുമ്പ്, കോപ്പർ, ചെമ്പ്, ഇതൊക്കെ എഴുതാം. അലുമിനിയം ഒക്കെ എഴുതാം. അപ്പോൾ എന്താണ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ? മെറ്റൽസ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ജനറലി എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. അത് സാധാരണ സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇത് ഷോ ചെയ്യുന്നു. എന്തൊക്കെ ഷോ ചെയ്യുന്നു? ഹൈ കണ്ടക്ടിവിറ്റി ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ നല്ലൊരു കണ്ടക്ടറാണ് ഈ മെറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ എന്ത് കാണിക്കുന്നു? മെറ്റാലിക് ലസ്റ്റർ കാണിക്കുന്നു, പിന്നെ ഹാർഡ്നസ് ഒക്കെ കാണിക്കുന്നു. പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപവൈദ്യുത ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യവുമുള്ള വസ്തുക്കളാണ് ലോഹങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ മെറ്റൽസ് ഇൻ കമ്പാരിസൺ വിത്ത് മെറ്റൽസ്. ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തി അലോഹങ്ങളുടെ പ്രത്യേകതകൾ എഴുതുക. ഏതൊക്കെയാണ് അലോഹങ്ങളുടെ പ്രത്യേകതകൾ നോക്കിയോളൂ. നോൺ മെറ്റൽസ് ആർ ജനറലി നോട്ട് മാലിയബിൾ ആൻഡ് ഡക്റ്റൈൽ. അതായത് നേരത്തെ നമ്മൾ ലോഹങ്ങൾക്ക്, മെറ്റൽസിന് എന്തൊക്കെ പ്രത്യേകത പഠിച്ചോ അതിൻ്റെയൊക്കെ നോട്ട് വെച്ച് ചേർത്ത് എഴുതിയാൽ ഇതാവും, അലോഹങ്ങളുടെ പ്രത്യേകതകളാവും. അപ്പോൾ ലോഹങ്ങൾ മാലിയബിൾ ആയിരുന്നു, ഡക്റ്റൈൽ ആയിരുന്നു. പക്ഷേ അലോഹങ്ങളോ നോട്ട് മാലിയബിൾ, നോട്ട് ഡക്റ്റൈൽ. ഡക്റ്റൈലും അല്ല, മാലിയബിളും അല്ല. അടുത്തത്, മാലിയബിളും ഡക്റ്റൈലും എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അടുത്ത രണ്ടാമത്തെ, ദേ ആർ ലെസ് ഹാർഡ്. ഹാർഡ്നെസ് ഒന്നും ഇല്ല അവയ്ക്ക്, ഹാർഡ്നെസ് ഇല്ല, ലെസ് ഹാർഡാണ്, കാഠിന്യം കുറവാണ്.
ദേ ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും കണ്ടക്ട് ചെയ്യുന്നില്ല, കടത്തിവിടുന്നില്ല. അടുത്ത ദേ ഡു നോട്ട് ഷോ എന്നാണ്. ദേ ഡു നോട്ട് ഷോ സൊണോറിറ്റി കാണിക്കുന്നില്ല. എന്താണ് സൊണോറിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അതിലെന്തോ ഒരു ശബ്ദം ഉണ്ടാവില്ലേ, ആ ശബ്ദം ഉണ്ടാക്കാനുള്ള മെറ്റൽസിൻ്റെ കഴിവിനെയാണ് നമ്മൾ സൊണോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നോൺ മെറ്റൽസ് ആണെങ്കിൽ അത് സൊണോറിറ്റി കാണിക്കുന്നില്ല. ദേ ഡു നോട്ട് ഷോ എന്നാണ്. SHOW ഷോ സൊണോറിറ്റി. അടുത്ത അഞ്ചാമത്തെ ദേ ഹാവ് നോ ലസ്റ്റർ. ഇതിനെന്തില്ല, ലസ്റ്ററും ഇല്ല, ഒരു തിളക്കം, ലോഹ ദ്യുതി എന്ന് പറയില്ലേ, ലോഹദ്യുതി അല്ലെങ്കിൽ ലസ്റ്ററും ഇല്ല. പിന്നെന്താണ് ദേ ഹാവ് ലോ ഡെൻസിറ്റി. നോൺ മെറ്റൽസിന് ഡെൻസിറ്റി കുറവാണ്, മെറ്റൽസിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്. ഇത്രയാണ് നോൺ മെറ്റൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർഡ് ടു മെറ്റൽ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അലോഹങ്ങൾ സാധാരണയായി മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നീ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. അലോഹങ്ങൾക്ക് കാഠിന്യം കുറവാണ്. അലോഹങ്ങൾ താപചാലകങ്ങളല്ല. ഇവ വൈദ്യുത ചാലകത കാണിക്കുന്നില്ല. അവയ്ക്ക് സൊണോറിറ്റി എന്ന സവിശേഷത ഇല്ല. ലോഹദ്യുതി എന്ന സവിശേഷത അലോഹങ്ങൾക്കില്ല. അലോഹങ്ങൾക്ക് സാന്ദ്രത കുറവാണ്. ഇത്രയാണ് പ്രത്യേകതകൾ അലോഹങ്ങളുടെ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയുള്ളൂ. നോൺ മെറ്റൽസ് ആർ ഫൗണ്ട് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്സ്. അതായത് അലോഹങ്ങൾ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലും കാണപ്പെടുന്നു. ചെക്ക് ദ പീരിയോഡിക് ടേബിൾ ആൻഡ് ക്ലാസിഫൈ ദ നോൺ മെറ്റൽസ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. അതായത് ആവർത്തന പട്ടിക പരിശോധിച്ച് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുള്ള അലോഹങ്ങളെ തരംതിരിച്ചു പട്ടികപ്പെടുത്തുക. അതായത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതും സോളിഡ് സ്റ്റേറ്റിലുള്ളതും ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള നോൺ മെറ്റൽസിൻ്റെ പേര് എഴുതി നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കണം. നോക്കാം. സോളിഡ് നോൺ മെറ്റൽസ്, ഖരാവസ്ഥയിലുള്ള നോൺ മെറ്റൽസ് ഏതൊക്കെയാണ്? കാർബൺ, ഫോസ്ഫറസ്, സൾഫർ. ഇനി ലിക്വിഡ് നോൺ മെറ്റൽസ്, ദ്രാവകാവസ്ഥയിലുള്ള നോൺ മെറ്റൽ ഒരെണ്ണേ ഉള്ളൂ, ബ്രോമിനാണ്, പഠിച്ചോളണം. ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു നോൺ മെറ്റൽ അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ ബ്രോമിൻ. അടുത്തത് ഗേഷ്യസ് നോൺ മെറ്റൽസ്, ഒത്തിരിയുണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ, അങ്ങനെ ഇഷ്ടം പോലെ നോൺ മെറ്റൽസ് ഉണ്ട് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ളത്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരേ ഒരു നോൺ മെറ്റൽ ഏതാണ്? ബ്രോമിൻ, മറക്കരുത്. ഖരാവസ്ഥയിലുള്ള അലോഹങ്ങൾ കാർബൺ, ഫോസ്ഫറസ്, സൾഫർ. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. വാതകാവസ്ഥയിലുള്ള അലോഹം ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ എന്നിവ. അടുത്തത്, ഒരു കത്തി ഉപയോഗിച്ച് സോഡിയം മുറിച്ചു. ശേഷം അത് അല്പനേരം വായുവിൽ തുറന്നു വെച്ചപ്പോൾ അതിന്റെ ലോഹദ്യുതി നഷ്ടപ്പെട്ടു. കാരണം എന്ത്? സോഡിയം വാസ് കട്ട് വിത്ത് എ നൈഫ്. ഒരു നൈഫ് ഉപയോഗിച്ച് സോഡിയം നമ്മൾ കട്ട് ചെയ്തു. ദെൻ വെൻ ഇറ്റ് വാസ് എക്സ്പോസ്ഡ് ടു എയർ ഫോർ എ വൈൽ, കുറച്ച് സമയം അത് വായുവിൽ തുറന്നു വെച്ചു. ഇറ്റ് ലോസ്റ്റ് ഇറ്റ്സ് മെറ്റാലിക് ക്ലസ്റ്റർ. അപ്പോൾ അതിന്റെ മെറ്റാലിക് ക്ലസ്റ്റർ എന്ത് ചെയ്തു? ലോസ് ആയി, അതായത് നഷ്ടപ്പെട്ടു. വൈ? എന്തുകൊണ്ട്? നോക്കിയുള്ളൂ. സോഡിയം ലോസസ് ഇറ്റ്സ് മെറ്റാലിക് ലസ്റ്റർ വെൻ എക്സ്പോസ്ഡ് ടു എയർ ബിക്കോസ് സോഡിയത്തിന് വായുവിൽ തുറന്നു വെച്ചപ്പോൾ അതിൻ്റെ മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ ലോഹദ്യുതി നഷ്ടപ്പെട്ടു. കാരണം ഇറ്റ് റിയാക്ട്സ് ക്വിക്ക്ലി വിത്ത് കമ്പോണൻസ് ഓഫ് എയർ. അതായത് ഈ സോഡിയം എന്ന് പറയുന്ന മെറ്റൽ പെട്ടെന്ന് തന്നെ എയറിലുള്ള ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ചു, റിയാക്ട് ചെയ്തു. അതുകൊണ്ടാണ് അതിൻ്റെ ലോഹദ്യുതി അല്ലെങ്കിൽ മെറ്റാലിക് ക്ലസ്റ്റർ ലോസ് ആയത്, നഷ്ടപ്പെട്ടത്. സോഡിയം വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് അതിൻ്റെ ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണം. ഇനി ഇതേപോലെ സോഡിയത്തിന് പകരം പൊട്ടാസ്യം എന്ന് പറഞ്ഞ് ചോദിച്ചാലും അലുമിനിയം എന്ന് പറഞ്ഞ് ചോദിച്ചാലും കോപ്പർ എന്ന് പറഞ്ഞ് ചോദിച്ചാലും ഇതേ ആൻസർ എഴുതിയാൽ മതി. സോഡിയത്തിന് പകരം അവിടെ നമ്മൾ പൊട്ടാസ്യം ആണെങ്കിൽ പൊട്ടാസ്യം കൊടുക്കുക, അലുമിനിയം ആണെങ്കിൽ അലുമിനിയം കൊടുക്കുക, കോപ്പർ ആണെങ്കിൽ കോപ്പർ കൊടുക്കുക. ഈ പറയുന്ന സാധനങ്ങളൊക്കെ സോഡിയം, പൊട്ടാസ്യം, അലുമിനിയം, കോപ്പർ ഒക്കെ നമ്മളിങ്ങനെ വായുവിൽ എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, തുറന്ന് വെക്കുകയാണെങ്കിൽ അതിൻ്റെ മെറ്റാലിക് ക്ലസ്റ്റർ എന്ത് ചെയ്യും? ലോസ് ആയി പോകും, നഷ്ടപ്പെടും. അടുത്തത്, മെറ്റൽസ് സച്ച് ആസ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്വല്ലറി. വൈ? അതായത് സ്വർണം, പ്ലാറ്റിനം, ഇതിൽ വെള്ളിയും വേണമെങ്കിൽ ഉൾപ്പെടുത്താം കേട്ടോ, വെള്ളി അല്ലെങ്കിൽ സിൽവർ എന്നീ ലോഹങ്ങൾ ആഭരണ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. കാരണം എന്ത്? ആഭരണത്തിൻ്റെ നിർമ്മാണമായിട്ട് ജ്വല്ലറിയൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സ്വർണം, പ്ലാറ്റിനം, വെള്ളി അല്ലേ, ഗോൾഡ്, സിൽവർ ആൻഡ് പ്ലാറ്റിനം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഗോൾഡ്, പ്ലാറ്റിനം ആൻഡ് സിൽവർ അല്ലേ, സിൽവറും കൂടെ കൂട്ടി എഴുതിക്കോ കേട്ടോ. ഹാവ് പ്രാക്ടിക്കലി നോ റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫെറിക് എയർ. അതായത് പ്രായോഗികമായിട്ട് ഈ ഗോൾഡിനും പ്ലാറ്റിനത്തിനും സിൽവറിനും ഒന്നും അറ്റ്മോസ്ഫെറിക് എയറുമായിട്ട് നോ റിയാക്ഷനാണ്, അതായത് ഒരു റിയാക്ഷനും ഇല്ല. ദാറ്റ് ഈസ് വൈ ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്വല്ലറി. അതുകൊണ്ടാണ് ഗോൾഡും പ്ലാറ്റിനവും നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് അത് വാങ്ങിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊന്നും പോകത്തില്ല, കറുക്കുകയൊന്നുമില്ല അല്ലേ, ഈ സ്വർണവും പ്ലാറ്റിനവും ഒക്കെ. അതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്രയും വില കൂടുതൽ അല്ലേ.
അപ്പോൾ എന്താണ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ഹാവ് പ്രാക്ടിക്കലി നോ റിയാക്ഷൻ വിത്ത് അറ്റ്മോസ്ഫറിക് എയർ. അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ എന്നിവയ്ക്ക് റിയാക്ഷൻ ഇല്ല. ദാറ്റ് ഈസ് വൈ, അതുകൊണ്ടാണ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ജ്വല്ലറി. അതുകൊണ്ടാണ് ഇത് രണ്ടും നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷവായുവുമായി സ്വർണം, പ്ലാറ്റിനം എന്നിവയ്ക്ക് യാതൊരു പ്രതിപ്രവർത്തനവുമില്ല. അതുകൊണ്ട് സ്വർണം, പ്ലാറ്റിനം എന്നിവ ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റിയാക്ഷൻ ഓഫ് മഗ്നീഷ്യം വിത്ത് ഓക്സിജൻ ഇൻ എയർ. മഗ്നീഷ്യം വായുവിലുള്ള ഓക്സിജനുമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, വിശദീകരിക്കണം. വെൻ മഗ്നീഷ്യം റിബൺ ഈസ് ബേൺഡ് ഇറ്റ് റിയാക്ട്സ് വിത്ത് ദ ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം ദ കോമ്പൗണ്ട് മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം റിബണിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു, കത്തിക്കുകയാണ്. കത്തിക്കുമ്പോൾ ഇത് വായുവിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട്സ് വിത്ത് ദ ഓക്സിജൻ ഇൻ ദ എയർ, എയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഒരു വെളുത്ത പൊടി, വൈറ്റ് പൗഡറാണ് ഫോം ചെയ്യുന്നത്. അത് ഏതാണ്? ടു ഫോം എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. അതിൻ്റെ പേരെന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അവിടെ ഫോം ചെയ്യുന്നു. മനസ്സിലായോ? മഗ്നീഷ്യം, വെൻ മഗ്നീഷ്യം റിബൺ ഈസ് ബേൺഡ്, നമ്മൾ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ, ഇറ്റ് റിയാക്ട്സ് വിത്ത് ദ ഓക്സിജൻ ഇൻ ദ എയർ, എയറിലുള്ള ഓക്സിജനുമായിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നു, ഈ മഗ്നീഷ്യം റിബൺ. എന്നിട്ട് ടു ഫോം, അവിടെ ഫോം ചെയ്യുന്നു. എന്ത് ഫോം ചെയ്യുന്നു? എ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. ആ കോമ്പൗണ്ടിൻ്റെ പേരെന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് രൂപപ്പെടുന്നു. അതിൻ്റെ ഇക്വേഷനാണ് താഴെയിട്ടുള്ളത്. മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മഗ്നീഷ്യം ഓക്സൈഡ്. 2Mg പ്ലസ് O2 ഗീവ്സ് 2MgO. അല്ലേ? ഒരു മഗ്നീഷ്യം റിബൺ എന്നാണ്. കത്തിക്കുമ്പോൾ അത് വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു, എന്ന സംയുക്തം ഉണ്ടാകുന്നു. മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ, മഗ്നീഷ്യം ഓക്സൈഡ്. 2Mg പ്ലസ് O2 ഗീവ്സ് 2MgO. അടുത്തത്, വെൻ മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇറ്റ് ഫോംസ് മഗ്നീഷ്യം ഓക്സൈഡ്. നമ്മൾ പറഞ്ഞു അല്ലേ, മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു. ദിസ് മഗ്നീഷ്യം ഓക്സൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഈ ഉണ്ടായ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടല്ലോ, ഈ മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറിലുള്ള പൗഡറാണ്, വെളുത്ത പൊടിയാണ് കേട്ടോ. ഇതിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു, വെള്ളത്തിൽ ലയിപ്പിക്കുന്നു. എന്നിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് വെച്ചിട്ടുള്ള മഗ്നീഷ്യം ഓക്സൈഡിലോട്ട് റെഡ് ലിറ്റ്മസ് പേപ്പർ ഈസ് ഡിപ്ഡ് ഇൻ ടു ദിസ് സൊല്യൂഷൻ. നമ്മളൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ എടുക്കുക, എന്നിട്ട് ഈ സൊല്യൂഷനിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുക്കുന്നു. അങ്ങനെ മുക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ട് കളർ ചേഞ്ച് വിൽ ഒക്കർ. അവിടെ എന്ത് കളർ ചേഞ്ച് ആണ് ഒക്കർ ചെയ്യുന്നത്? റെഡ് ലിറ്റ്മസ് പേപ്പറാണ് മുക്കിയത്, അപ്പോൾ അവിടെ എന്ത് കളർ ചേഞ്ച് ഉണ്ടാകുന്നു? ഗീവ് ദ റീസൺ, അതിൻ്റെ കാരണം എന്ത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയോളൂ, മഗ്നീഷ്യം റിബൺ കത്തിച്ച് ഉണ്ടാകുന്ന മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് നിറമാറ്റമാണ് ഉണ്ടാകുന്നത്? ലിറ്റ്മസ് പേപ്പറിന് ഉണ്ടാകുന്നത് എന്താണ് കാരണം? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നോക്കിയോളൂ ആൻസർ. മഗ്നീഷ്യം ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ ടു ഫോം മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്ക് ഈ മഗ്നീഷ്യം റിബൺ ബേൺ ചെയ്ത് കിട്ടുന്ന മഗ്നീഷ്യം ഓക്സൈഡിനെ വെള്ളത്തിൽ നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്. എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ? ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ആസിഡ് ആണോ ബേസ് ആണോ? ഹൈഡ്രോക്സൈഡ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും എന്താണ്? ബേസ് ആണ് അല്ലേ? വിച്ച് ഈസ് എ ബേസ്, അതൊരു ബേസ് ആണ് അല്ലേ? അപ്പം ബേസിക് സൊല്യൂഷനിൽ നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്താൽ എന്തായി മാറുന്നു? അത് ബ്ലൂ ലിറ്റ്മസ് പേപ്പറായി മാറുന്നു. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇഫ് വി ഡിപ്പ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ദിസ് സൊല്യൂഷൻ, നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പർ ഈ ഒരു സൊല്യൂഷനിലോട്ട് ഡിപ്പ് ചെയ്താൽ ഇറ്റ് ടേൺസ് ബ്ലൂ. ഇതെന്തായി മാറുന്നു? ബ്ലൂ ആയി മാറുന്നു. വി നോ ദാറ്റ്, നമുക്കറിയാം ഇൻ എ ബേസിക് സൊല്യൂഷൻ, ഒരു ബേസിക് സൊല്യൂഷനിൽ റെഡ് ലിറ്റ്മസ് ടേൺസ് ബ്ലൂ. റെഡ് ലിറ്റ്മസ് എന്തായി മാറുന്നു? ബ്ലൂ ആയി മാറുന്നു. ദിസ് കൺഫേംസ് ദാറ്റ്, ഇത് കൺഫേം ചെയ്യുന്നു. എന്താ കൺഫേം ചെയ്യുന്നത്? ദാറ്റ് ദ സൊല്യൂഷൻ ഈസ് ബേസിക് ഇൻ നേച്ചർ. ആ സൊല്യൂഷൻ അല്ലെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു ബേസിക് നേച്ചറുള്ള സൊല്യൂഷൻ ആണ് എന്ന് നമുക്ക് അപ്പോൾ കൺഫേം ചെയ്യാം. മനസ്സിലായോ? മഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ച് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു. ഇതിന് ബേസിക സ്വഭാവമാണ്. ഈ ലായനിയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ അത് നീലയായി മാറുന്നു. ഒരു ബേസിക് ലായനിയിൽ ചുവന്ന ലിറ്റ്മസ് നീലയായി മാറുമെന്ന് നമുക്കറിയാം. അതിനാൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസിക സ്വഭാവമുള്ള ലായനിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്. താഴെ ഒരു 4 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ 4 ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് നമ്മൾ പറയണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കുള്ളൂ. മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ് റിയാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫറിക് ഓക്സിജൻ. മോസ്റ്റ് ഓഫ് ദി മെറ്റൽസ്, മിക്കവാറും ഉള്ള മെറ്റൽസ് എല്ലാം, ലോഹങ്ങളെല്ലാം അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? മിക്കവാറും അല്ല എല്ലാ ലോഹങ്ങളും, എല്ലാ മെറ്റൽസും അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരി.
രണ്ടാമത്തത് ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ ജനറലി ബേസിക് ഇൻ നേച്ചർ. മെറ്റൽസിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത് സാധാരണയായി ബേസിക് സ്വഭാവമുള്ളതാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. എപ്പോഴും മെറ്റൽസിന്റെ ഓക്സൈഡ് എന്ന് പറയുന്നത്, മെറ്റലിന്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ബേസിക് നേച്ചറാണ് അല്ലേ. മഗ്നീഷ്യം ഓക്സൈഡ് ബേസിക് നേച്ചറുള്ള ഒരു പദാർത്ഥമാണ്. അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്ത മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര റിയാക്ട് വിത്ത് ഓക്സിജൻ ഇൻ ദ എയർ ടു ഫോം ദെയർ ഓക്സൈഡ്സ്. അതായത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം അല്ലേ, വെള്ളി, സ്വർണം, പ്ലാറ്റിനം എന്നിവ ഓക്സിജൻ എയറിലുള്ള അല്ലെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അവയുടെ ഓക്സൈഡ്സ് രൂപപ്പെടുന്നു എന്ന്. ശരിയാണോ? ഇത് പഠിച്ചോളണം. ഈ 4 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് പഠിച്ചോളണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സിൽവറും ഗോൾഡും പ്ലാറ്റിനും നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഒരു റിയാക്ഷനും ഇല്ല, എയറിലുള്ള കമ്പണൻസുമായിട്ട് അതിന് റിയാക്ഷൻ ഇല്ല അല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സൈഡ്സ് ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞേക്കണം. ശരിയാണോ? തെറ്റ് അല്ലേ. എയറിലുള്ള കമ്പണൻസുമായിട്ട് സിൽവറിനും ഗോൾഡിനും പ്ലാറ്റിനത്തിനും ഒരു റിയാക്ഷനും ഇല്ല. അതുകൊണ്ടാണ് അത് നമ്മൾ ജ്വല്ലറി മേക്കിംഗ് അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സിൽവറും ഗോൾഡും പ്ലാറ്റിനും എയറിലുള്ള ഓക്സിജനുമായിട്ട് ഒരു റിയാക്ഷനും ഇല്ല, പക്ഷേ ഇവിടെ റിയാക്ഷൻ ഉണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റ്. അടുത്ത 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മെറ്റൽസ് റിയാക്ട് വിത്ത് ദ കമ്പണൻസ് ഓഫ് എയർ ലൈക്ക് മോയ്സ്ചർ, കാർബൺ ഡൈ ഓക്സൈഡ് എക്സെട്ര ഇൻ അഡീഷൻ ടു ഓക്സിജൻ. അതായത് ഓക്സിജനെ കൂടാതെ എയറിലുള്ള കമ്പണൻസ് ആയ മോയ്സ്ചർ, ഈർപ്പം, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയായിട്ടൊക്കെ മെറ്റൽസിന് റിയാക്ഷൻ ഉണ്ടെന്ന്. ശരിയാണ് കേട്ടോ, ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഏതൊക്കെയാണ്? 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെയാണ് നമുക്കിവിടെ കിട്ടിയത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി ഇവിടെ ശരിയായിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും? മെറ്റൽസ് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര ഡു നോട്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ. ഓക്സിജനുമായിട്ട് എന്തില്ല? റിയാക്ഷൻ ഇല്ല അല്ലേ. അതായത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എന്നീ 3 ലോഹങ്ങൾക്ക് ഓക്സിജനുമായിട്ട് റിയാക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ വേണം എഴുതാനുള്ളത്. മെറ്റൽ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം എക്സെട്ര ഡു നോട്ട് റിയാക്ട് വിത്ത് ഓക്സിജൻ എന്ന് എഴുതണേ. അതിൻ്റെ മലയാളം മീഡിയം ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മിക്ക ലോഹങ്ങളും അന്തരീക്ഷ വായുവുമായി പ്രവർത്തിക്കുന്നു. ശരിയാണ്. മിക്ക ലോഹ ഓക്സൈഡുകളും ബേസിക സ്വഭാവം പ്രകടിപ്പിക്കുന്നു. അതും ശരിയാണ്. അടുത്തത്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായവ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. അത് തെറ്റാണ് അല്ലേ. അടുത്ത 4ാമത്തത്, ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റു ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നു. ജലാംശം അല്ലെങ്കിൽ ഈർപ്പം മറ്റു ഘടകങ്ങളുമായും പ്രവർത്തിക്കുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ലോഹങ്ങൾ ഓക്സിജനുമായിട്ട് മാത്രമല്ല എയറിലുള്ള മറ്റുള്ള ഘടകങ്ങളുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ, പ്രതിപ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? 1ാമത്തെയും 2ാമത്തെയും 4ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 3ാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ 3ാമത്തെ പ്രസ്താവന ശരിയാക്കിയ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ വരും? വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിക്കുന്നില്ല. അടുത്തത്, കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം. കാർബൺ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചാൽ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, സംയോജിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അടുത്തത്, ഹൗ സോഡ വാട്ടർ ഈസ് പ്രിപ്പയർഡ്. സോഡ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? എങ്ങനെയാണ്? സോഡ വാട്ടർ ഈസ് പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ അറ്റ് എ ഹൈ ടെമ്പറേച്ചർ. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ ലയിപ്പിച്ചാണ് സോഡ വാട്ടർ ഉണ്ടാക്കുന്നത്. ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാ വെള്ളം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് താഴെ തന്നിട്ടുള്ളത്. CO2 + H2O. കാർബൺ ഡൈ ഓക്സൈഡും H2O എന്താണ്? വെള്ളം. അവ ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് H2CO3. H2CO3 എന്ന് പറയുന്നത് സോഡ വാട്ടർ അല്ലെങ്കിൽ സോഡ വെള്ളമാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, സോഡാ വെള്ളത്തിൽ അല്ലെങ്കിൽ സോഡാ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ് ആണ് കേട്ടോ. സോഡാ വെള്ളത്തിൽ അല്ലെങ്കിൽ സോഡാ വാട്ടറിലുള്ള ആസിഡ് കാർബോണിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ വെൻ വി ഡീപ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ ടു സോഡാ വാട്ടർ, വാട്ട് ഇസ് ദ റീസൺ? അതായത് സോഡാ വെള്ളത്തിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? കാരണമെന്ത്? സോഡാ വെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ അത് ചുമപ്പാകുന്നു അല്ലേ. സോഡാ വെള്ളത്തിന് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. അതായത് സോഡാ വെള്ളത്തിൽ കാർബോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ആസിഡ് ലയനിൽ നീല ലിറ്റ്മസ് പേപ്പർ ചുമപ്പായി മാറുന്നു. മനസ്സിലായോ? അപ്പോൾ സോഡാ വാട്ടറിലുള്ള ആസിഡ് ഏതാണ്? കാർബോണിക് ആസിഡ്. അപ്പോൾ സോഡാ വാട്ടർ എന്ന് പറയുന്നത് ആസിഡിക് നേച്ചറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയപ്പോൾ അതെന്തായി മാറിയത്? ചുമപ്പായി മാറിയത്. ഇതൊക്കെ കറക്റ്റായിട്ട് പഠിച്ചോളണം കേട്ടോ.
ഇഫ് യു ഡിപ്പ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ സോഡ വാട്ടർ ഇറ്റ് ടേൺസ് റെഡ്. നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഒരു സോഡ വാട്ടറിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ, മുക്കുകയാണെങ്കിൽ ഇറ്റ് ടേൺസ് റെഡ്. ഇത് എന്തായി മാറുന്നു? റെഡായി മാറുന്നു. എന്തുകൊണ്ടാണ്? സോഡ വാട്ടർ ഈസ് ആൻ അസിഡിക് സൊല്യൂഷൻ. സോഡ വാട്ടർ എന്ന് പറയുന്നത് ഒരു അസിഡിക് സൊല്യൂഷൻ ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് കാർബോണിക് ആസിഡ്. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? കാർബോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് റെഡ് ഇൻ ആൻ അസിഡിക് സൊല്യൂഷൻ. ഒരു അസിഡിക് സൊല്യൂഷനിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ചുമപ്പായി മാറുന്നു. മനസ്സിലായോ? അടുത്തത്, താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് എഴുതുക. താഴെ 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ശരിയാണോ തെറ്റാണോ? റൈറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്. ഇത് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഈ 2 സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് പഠിച്ചോളണം കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, സ്റ്റേറ്റ്മെന്റ് ഇവിടെ തന്നിട്ടുള്ളത് ശരിയോ തെറ്റോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പഠിക്കാനുള്ളത് അല്ലേ. നോക്കിയോളൂ സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? അലോഹ ഓക്സൈഡുകൾ ബേസിക് സ്വഭാവമുള്ളവയാണ്. അലോഹ ഓക്സൈഡുകൾ, അതായത് ഒരു നോൺ മെറ്റൽ അലോഹം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അലോഹ ഓക്സൈഡ് ഉണ്ടാകുന്നു. അത് ഒരു ബേസിക് സ്വഭാവമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ ബേസിക് ഇൻ നേച്ചർ. ആണോ? നോൺ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് ബേസിക് നേച്ചർ ആണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ലോഹ ഓക്സൈഡുകൾ അസിഡിക് സ്വഭാവമുള്ളവയാണ്. ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ അസിഡിക് ഇൻ നേച്ചർ. ആണോ? അപ്പോൾ ഇവിടെ ഏതാണ് ശരി? ഇതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ, അതോ തെറ്റാണോ? ഇവിടെ തെറ്റാണ് കേട്ടോ. 2 സ്റ്റേറ്റ്മെൻറ്റും, ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ ഫോൾസ്. പ്രസ്താവന 1ഉം 2ഉം തെറ്റാണ്. എന്തുകൊണ്ടാണ്? ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ അസിഡിക് ഇൻ നേച്ചർ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത്, ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ ബേസിക് ഇൻ നേച്ചർ. ലോഹ ഓക്സൈഡുകൾക്ക് ബേസിക സ്വഭാവവും അലോഹ ഓക്സൈഡുകൾക്ക് അസിഡിക് സ്വഭാവവുമാണുള്ളത്. അത് ഓർത്ത് വച്ചേക്കുക. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വരും? ഓക്സൈഡ്സ് ഓഫ് നോൺ മെറ്റൽസ് ആർ അസിഡിക് ഇൻ നേച്ചർ. ഓക്സൈഡ്സ് ഓഫ് മെറ്റൽസ് ആർ ബേസിക് ഇൻ നേച്ചർ. ഓർത്ത് വെച്ചേക്കുക, പഠിച്ച് വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള ക്ലാസ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അകത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഹൈപ്പ് ഓപ്ഷനിലും കൂടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.